പറയടാ, ആരാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? പറയാൻ. ഇവിടുത്തെ വർമ്മ സാറ്. ഇല്ല പച്ച, അയമുട്ടിക്ക വരാതെ ഞാൻ കച്ചേരിക്ക് പുറപ്പെടില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല മോനെ. 7 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞ് നോട്ടീസ് പഠിച്ച് പരസ്യം ചെയ്ത് കമ്മിറ്റിക്കാർ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് നേരെ എത്രയെന്ന് അറിയോ? വാ മോനെ. അത് ശരിയാവില്ല പച്ച. കച്ചേരി നടത്താനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തത് അയമുട്ടിക്കല്ലേ? ഇക്കയില്ലാതെ എടങ്ങേറായല്ലോ. ഡോക്ടർമ്മ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേ. റാഫേല് വിഷമിക്കണ്ട, അയാളെ വിട്ടയക്കാൻ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. മതിയല്ലോ. എന്നിട്ടും മുഖത്തൊരു തെളിച്ചില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നീ പൊയ്ക്കോ. ആയിമൂട്ടിനെ കൂട്ടി ഞാൻ പ്രോഗ്രാം എത്തിക്കൊള്ളാം. ആ ചെല്ലു റാഫേൽ. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് അയ്മൂട്ടി അവിടെ ഉണ്ടാവും. ഡോക്ടർമ്മ വെക്കോളൂ, വെക്കോളൂ. മാഡം, ഹോസ്പിറ്റലിൽ അടിയും പിടിയും നടത്തി ഇത്രയും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ മറ്റു പേഷ്യൻസിന്റെ മുറി കയറി മോഷണം വരെ നടത്താറുണ്ടെന്നാ വർമ്മ സാർ പറഞ്ഞത്. ആ ഏതായാലും ഒരു തവണത്തേക്ക് അയാളോട് അല്പം ദയ കാണിച്ചേക്ക്. അല്ല മാഡം, ഒരു കാരണവശാലും അയാളെ വെറുതെ വിടാൻ പാടില്ല എന്നാണ് വർമ്മ സാർ ഞങ്ങളോട്. ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ മൈ വേർഡ് ഈസ് ഫൈനൽ. എനിക്ക് കംപ്ലൈന്റ്സ് ഒന്നുമില്ല. അയാളെ ഉടനെ നിങ്ങൾ വിട്ടയച്ചിരിക്കണം. ഓക്കെ മാഡം. മതിയടോ, അവനെ വിട്ടേക്ക്. ഇപ്പോഴെങ്കിലും എത്തിയല്ലോ, സമാധാനായി. ഇപ്പോഴെങ്കിലും വിളിച്ചു പറയാൻ തോന്നിയതിന് നന്ദിയുണ്ട്. അല്പക്കൂടി വൈകിരുന്നെങ്കിൽ പോലീസിനോട് സത്യങ്ങളെല്ലാം പറയേണ്ടി വന്നേനെ. എനിക്ക് തല്ലുപറ കൊള്ളേണ്ടി വന്നെങ്കിലും ഡോക്ടറുടെ ഭർത്താവിന്റെ ഇമേജിന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. നീ എന്തുട്ടാ ഈ ഡോക്ടറിനോട് പറയണേ? ആശുപത്രിയിൽ കുഴപ്പമുണ്ടാക്കിയാ പോലീസ് പിടിക്കും. എന്നെ പിടിച്ചറിയില്ല നിനക്ക്. ഞാൻ നേരിട്ടത് മറ്റാരെയല്ല, റാഫേലിനെ വകവരുത്താൻ വന്നവനെയാണ്. അവനെ ഇങ്ങോട്ട് അയച്ചത് റെസ്പെക്ടഡ് മാഡം ഡോക്ടർ സുബ്ബലക്ഷ്മിയുടെ ഭർത്താവാണ്. അനാവശ്യം പറയരുത്. ഡോക്ടർക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് കാണും, പക്ഷെ സത്യം അതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അത് അറിഞ്ഞേ തീരൂ. പ്രസവിച്ചുവെങ്കിലും സ്വന്തം കുഞ്ഞിനെ ഒരു നോക്ക് പോലും കാണാൻ കഴിയാതെ പോയൊരമ്മ, ദൈവം കൊടുത്ത നിധി പോലെ നാളിതുവരെ അവനെ കാത്തു സൂക്ഷിച്ച ഒരു വളർത്തച്ഛൻ. അവരുടെ മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. വർമ്മ സാർ കച്ചേരി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. രണ്ടും കൽപ്പിച്ചാണ് പോയിരിക്കുന്നത്. റാഫേലിന്റെ കാര്യം. അനാദിഗായകൻ പാടുന്നു, അനാദിഗായകൻ പാടുന്നു, അറിവിൻ മുറിവുള്ള മാനസത്തിൽ അമ്പല നടയിലെ ആലിലയിൽ അനാദിഗായകൻ പാടുന്നു, അറിവിൻ മുറിവുള്ള മാനസത്തിൽ അമ്പല നടയിലെ ആലിലയിൽ അനാദിഗായകൻ പാടുന്നു.
ഉതിർമണികൾ ആഗാനകലയുടെ അലയൊലികൾ അനുഭൂതികൾ തൻ ഉതിർമണികൾ ആത്മാവിൻ തന്ത്രിയിൽ ആവാഹിച്ചെടുത്തു ഗായകർ ഞങ്ങൾ സ്വരമാല കോർത്തു സരിഗരി സരി സനി പനി സരി ഗമ പദ പദ നിധ പദ പമ ഗമ പദ നി സരിഗ ശ്രീരി നീ നി സാ സരി രി സരി സനി സാ സദാ ധ നീ നി സാ സനി സനി ധ പപദ ധ നി നി സ സ മമ പപദ ധ നി നി ഗ ഗ മമ പപദ ധ രി രി ഗ ഗ മമ പപ സരി ഗ മ രി ഗ മ പ ഗ മ പദ മ പദ നി പദ നി സ ധ നി സരി ഗ പവന ചലന പദ പദന ലഹരി തൻ പരമ പരിണതിയിലൂടെ